ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ എന്താ ഇപ്പോൾ സ്കൂളിൽ പോകാത്തത്, ഒറ്റക്കായില്ലേ, വേറെ താമസമല്ലേ, പിന്നെ സൗകര്യങ്ങൾ ഒരുപാട് കൂടിയില്ലേ, എന്ത് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൗകര്യങ്ങൾ കൂടി എന്നതല്ല കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, LKG ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറച്ച് എൻ്റേതായ ഒരു പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഏതായാലും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മോനെ ചേർത്തുകൊണ്ട് തന്നെ എന്തായാലും മോനെ രാവിലെ കൊണ്ടാക്കാൻ പോകണം, കൂട്ടാൻ വേണ്ടി പോകണം. പിന്നെ എന്താ പറയുന്നുണ്ട്, LKG ആണ്. പക്ഷെ എന്നാലും നമുക്കുള്ള ടീച്ചേഴ്സിന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അത്രത്തോളം റെസ്പോൺസിബിലിറ്റി പേരൻസായ നമ്മൾക്കും ഉണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കി മക്കളെ കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അതിനു വേണ്ടി ആണ് അതുകൊണ്ടാണ് പ്രാവശ്യം പോകാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണലി കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം അതൊക്കെയാണ്. ഏതായാലും എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വർഷം പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ടീച്ചർ എന്താ വരാത്തത്, ടീച്ചർക്ക് വന്നുകൂടെ, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അങ്ങോട്ടേക്ക് വരണേ, ഞങ്ങളെ മക്കളൊന്ന് കാണണേ. അതേപോലെ പിന്നെ പോകുന്ന സമയത്ത് സ്കൂളിലേക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന സമയത്ത് ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത്രയും സ്നേഹം കാണിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അതുപോലെ ഇപ്രാവശ്യം സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്കുള്ള ഓൺലൈൻ ക്ലാസ് ഞാൻ തന്നെയാണ് എടുത്തത്. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് എനിക്ക് അത്രയും വലിയ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹം, അതുപോലെ ആ ഒരു വീട്ടിലെ ഒരാളെ പോലെ എനിക്ക് ആകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിന്നെ കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ അങ്ങനെ ഈ ഒരു 14 ജില്ലകളിൽ നിന്നും, അതിന് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലെ കുട്ടികളെയും ഞാൻ ഒരു കുട്ടീനെ വെച്ചിട്ടൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അൽഹംദുലില്ലാ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ പേരൻസൊക്കെ എപ്പോഴും വിളിക്കുക, വിവരങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വിദ്യയ്ക്ക് ഒരിക്കലും നമ്മൾ എന്താ പറയണ്ടത്, അതിനൊരു എന്താ പറയണ്ടത്, നമ്മൾ ആ ഒരു വിദ്യ എന്ന് പറയുന്നത് നമ്മളൊരു ചെയ്യുന്ന കർമ്മമാണ്. ആ കർമ്മത്തെ അത്രയും സ്നേഹത്തോടെ ഏറ്റെടുക്കുക എന്നതാണ് വലിയൊരു കാര്യം. പിന്നെയെന്ന് വെച്ചാൽ ഞാനവിടെ ഒന്ന് മാറിയ ശേഷം ഒരുപാട് സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ബയോഡാറ്റ കൊടുത്തു വിടുക ടീച്ചറെ, പിന്നെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വാ എന്നൊക്കെ പറഞ്ഞിട്ടും എന്നെ ഒരുപാട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന വിചാരിക്കും ഒളിവില്ല വീമ്പളക്കാൻ തുടങ്ങി. ഒരിക്കലുമല്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബയോഡാറ്റ വരെ അയച്ചു കൊടുത്താണ്. പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ഒരു വർഷം ഇങ്ങനെ പോട്ടെ. പിന്നെ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് ഗ്യാപ്പ് ആവശ്യമാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ വർഷം പോകാത്തത്. എന്തായാലും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് തളരില്ല, അത് ഉറപ്പാണ്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. കൂടുതൽ എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്നുണ്ട്. എന്താ പറയുന്നത്, നമ്മളെ എന്ന് പറഞ്ഞാൽ അത് എല്ലാം കൂടി നിങ്ങളോട് പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ അത്രയും ലെങ്ത് ആവും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ. ഇൻഷാ അല്ലാഹ് പതിയെ ഓരോ കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരുപാട് വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതൊക്കെ എന്താ പറയുന്നത്, അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമൊന്നുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇമോഷനാവും, അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നിരുന്നാലും മെയിനായിട്ടുള്ള റീസൺ ഇത് തന്നെയാണ് കേട്ടോ, മോനെ സ്കൂളിൽ ചേർത്ത്. അപ്പം എന്തായാലും അവൻ്റെ കൂടെ എന്തായാലും ഒരാൾ വേണം. പിന്നെന്ന് വെച്ചാൽ ഇവിടെ പുറക്കാരുമില്ല, ഞാനും നിയാസും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുക, നമ്മളത് ജോലിക്ക് പോയിട്ട് തിരിച്ച് ഇവിടത്തേക്ക് വരുമ്പം എന്തായാലും ഒരു സമയം എടുക്കും. പിന്നെ എന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ എന്നെ അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്താ പറയുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പാളായാലും എല്ലാവരുമായിട്ട് എന്താ പറയുക അത്രയും നല്ല സ്നേഹത്തിലാണ്. പിന്നെ എന്താ പറയുക എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റിലാണ്. കുറേ പേര് ഈ വർഷം
ഇല്ല. ഞാൻ മാത്രമല്ല അവിടെ നിന്ന് മാറിയത്, 2-3 ടീച്ചേഴ്സ് അവിടെ നിന്ന് ഈ വർഷം ഇല്ല. അപ്പം അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരെ ബൈ.